അങ്ങനെ ഫാത്തിമ ബീവിയോട് ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അമല് ചെയ്ത ഫാത്തിമ, എന്റെ വാപ്പ നബിയാണെന്ന് പറഞ്ഞ് നാളെ രക്ഷപ്പെടാൻ കഴിയൂലട്ടോ. അതെ, നരകത്തുനിന്ന് ബാക്കിയുള്ളവരെ കാക്കുന്ന നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് പറഞ്ഞിട്ട് മാലപ്പാട്ടിൽ നിങ്ങൾ പാടുന്നുണ്ട് അല്ലെ. ആരെ കുറിച്ചാണ്? നിങ്ങൾ എന്തെങ്കിലും മൊയ്തീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ്, ഇല്ലെങ്കിൽ നഫീസത്ത് മാല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് മാലകളുണ്ട് നിങ്ങൾക്ക്. എവിടുന്ന് കിട്ടിയ നഫീസത്ത് മാല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊനമ്പത്ത് ജാറുണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ആരാ എന്താന്ന് അറിയാതെ മരിച്ച ജഡ എടുത്തിട്ട് ഇങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാനുണ്ടൊരു കാരണം. എന്തായാലും നിങ്ങൾ കുറച്ചുകൂടിയാണ് പറയുന്നുണ്ട്. നിങ്ങൾ പറയാനുണ്ടായ കാരണം നമുക്കാണ് വിശദീകരിക്കാം. നബി ആരോട് പറയാ? ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട്. വെറുതെ ഒരു ജാടക്ക് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊരു വിശ്വാസം വേണം. ഉദവി വിശ്വാസം ഇല്ലാതെ ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി രണ്ട് മലയാളം, ശുദ്ധ മലയാളം തട്ടി, അപ്പുറത്ത് രണ്ട് ഇംഗ്ലീഷും തട്ടിയിട്ട് കാര്യമില്ല. ഉള്ളിലൊരു വിശ്വാസം വേണം. 21ാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ, അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ്, എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്, പറയാൻ പാടില്ല. ഇത് കണ്ടിട്ട് ഇനി ആരും സിംസാറിലേക്ക് മുജാഹിദായി അല്ലെങ്കിൽ തല തിരിഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട. സമസ്തക്കാരും ബേജാറാകണ്ട. കാരണം ഇത് അസൂയിന്ന് വരുന്ന ചെറിയൊരു കുശുമ്പ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ബാക്കി കൂടി പറയട്ടെ. രക്ഷപ്പെടണം, പെടട്ടെ, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്ത് ഉറപ്പാണ്, എന്റെ കൂടെ പോരി, ഞാൻ കൊണ്ടുപോകാം, ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കഴിയില്ലാന്ന് സംസാറിലേക്ക് ഉദവി സംഭവിച്ചു. പക്ഷേ നിങ്ങള് ഖുർആനിനെ പോലെ കാണുന്ന മുഹിയുദ്ദീൻ മാലയിൽ നിങ്ങൾ പറയുന്നുണ്ട് എന്ത്? എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ യാതാളൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ട് അല്ലാട് തേടുവിൻ എന്നോവർ. അപ്പൊ ഇതിന് പറയുന്നത് എന്താണ്? മൂപ്പരെ കൂടി കൂട്ടിയിട്ട് അള്ളഹാനോട് ചോദിച്ചോളി എന്നാ പറയണത്. അപ്പോ ആ വരിയും ഈ പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ വരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധമില്ലെങ്കിൽ നിങ്ങളൊക്കെ മുസ്ലിങ്ങളാവോ, ഇസ്ലാമിനുള്ളിലാവോ, പുറത്താകുവോ? ശരീഅത്ത് പഠിക്കണം, എന്നിട്ട് ത്വരീഖത്തൊക്കെ ഉള്ളൂ. ശരീഅത്ത് പഠിക്കാതെ ഹഖീഖത്തും ത്വരീഖത്തും ഇല്ല. ശരീഅത്ത് വേണം, അതാണ് ഇതിന്റെ മദാർ. ഈ ശരീഅത്ത് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെയോ വിളിച്ചു പറയുന്നു, അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് ഹാലളകാണ്. നിങ്ങൾ അവിടെ ഇവിടെയും പോയി കണ്ട് രണ്ടക്ഷരം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കരുത്. കാരണം നിങ്ങളെ പണ്ഡിതന്മാര് തന്നെയാണ് ഈ തോന്നിയത് വിളിച്ചു പറഞ്ഞ് അണികളെ ഒന്നുമല്ലാത്ത മണ്ടന്മാരാക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ പാടെ കൂട്ടിക്കെട്ടി ഒക്കെപ്പാടെ കൂടി ഓലും കൂടിയാണ് ഹാലടക്കുമ്പോ നിങ്ങളെക്കാൾ പരിശുദ്ധമാക്കപ്പെട്ട ആളുകളായിട്ട് നിങ്ങളെ ജനങ്ങള്, നിങ്ങളെ കുഞ്ഞാടുകള് അവരെ ഇങ്ങോട്ട് തലയിൽ കയറ്റി വെക്കുമ്പോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ശരീഅത്ത് എന്താണ്, ഫിഖ്ഹ് എന്താണ്, ഹദീസ് എന്താണ്, ഇതിനൊന്ന് പുല്ല് വില. ഇപ്പൊ എല്ലാരും ഖുർആനും ഹദീസും നിഷേധിച്ചു എന്ന് നിങ്ങൾ പറയരുത്. കാരണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോ പറയുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖോ ഈ റിഫായി ഷെയ്ഖോ ആരോ പറഞ്ഞു നിങ്ങൾ പറയണ്ടില്ലേ? മരിച്ചു പോയ ഒരാള് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കാണും എന്ന് പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഖുർആനിനെ അവഹേളിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. സാധുക്കളിത്തങ്ങളെ ബാക്കിലാണ്. കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, ക്രിസ്ത്യാനികളുടെ ആചാരമായ അല്ലെങ്കിൽ അവര് ആചരിക്കുന്ന ആചാരങ്ങളോടൊപ്പം കൂടി ക്രിസ്തുമസിന് കേക്ക് മുറിച്ചു എന്നുള്ളത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആചാരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത്. അത് തങ്ങളായാലും ശരി, ഇനി ഈ പറഞ്ഞ ഹാമിദ് തങ്ങളായാലും ശരി, ഹറാം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. മൂപ്പർക്ക് പിന്നെ മോളുമാരെ ഓർമ്മയുള്ളൂ. മോളെ, താത്തമാരെ, സക്കീന താത്ത എന്താണ് ലൈവിൽ വരാത്തത്? സാധുക്കളിത്തങ്ങളെ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത്. ഈ നൂറെ ഹബീബ് കാണുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ആറ്റാക്കാക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അവർ അഹ്ലു ബൈത്താണ്, അവരല്ലാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാല് മുക്കിലും മൂലയിലും എല്ലാ ബസ് സ്റ്റോപ്പിലും തങ്ങന്മാരാ. എന്നാൽ ഈ തങ്ങന്മാരെന്ന് പറഞ്ഞ ആരാണ്? അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്, കുടുംബക്കാരാണെന്നാ പറയണത്.
പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ എവിടെ ജീവിച്ചത്? മക്കത്തും മദീനത്തൊക്കെയാണ് അല്ലെ? അവിടെ എവിടെയെങ്കിലും തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് ഈ നൂലുതിക്കട്ടലും ചിരട് ഊതലും പിന്നെ ചട്ടി പൊട്ടിച്ചലും എന്തെങ്കിലും പരിപാടി ആരെങ്കിലും കണ്ടിക്കണോ? എന്നാൽ നിങ്ങളാരും അവരെ ഒന്നും നിങ്ങൾ പറയരുത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വെല്ലിപ്പ് അവർക്ക് ക്ഷമിച്ചു കൊടുക്കും. ഇപ്പൊ ഈ പറഞ്ഞത് പാണക്കാട് തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല. ഇയാളും പറയാണ് ഞാന് തങ്ങളാണ്, നബിന്റെ പേരക്കുട്ടിയാണ് എന്ന്. അപ്പൊ ആ ഒരു സ്വാധീനം ഇയാൾക്ക് കൂടി കിട്ടാൻ എന്ത് ചെയ്യാണ്? മൂപ്പരെയും കൂടിയാണ് പിടിക്കുക. ആരെ? നമ്മളെ പാണക്കാട് തങ്ങളെയും കൂടിയാണ് പിടിച്ചാല് ഒന്നുകൂടി സ്വാധീനമായല്ലോ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാധിക്കലി തങ്ങളല്ല, ഏത് തങ്ങളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളോ. ഇന്ന് ഉസ്താദുമാര് കുറ്റം പറയുന്നതോ ഉസ്താദുമാര് ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ്. ആറ്റക്കോയ ഔലിയ പിന്നെ യൂട്യൂബിൽ നിന്നും വരുമാനം വാങ്ങണില്ല, ആൾക്കാരുടെ അടുത്ത് നിന്ന് യാചിച്ചുകാണ്ടും വരുമാനം വാങ്ങണില്ല. ബാക്കിയുള്ള ഉസ്താദ്മാര് വാങ്ങണൊക്കെ തെറ്റാ. അവര് സുബ്ഹാനല്ലാഹിന് വേണ്ടിയാണ്. അവര് ആഖിറം പരാജയമാണ്. ആഖിറം വിജയിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആറ്റക്കോയ തങ്ങൾ. അയാളോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഈ ആളുകളെ ഇങ്ങനെ പറ്റിക്കണമെന്ന് ചോദിച്ചപ്പോ പറയണേ, ഞാൻ അന്നെയും എന്റെ വാപ്പാനെയും പറ്റിച്ചിട്ടില്ല. ആരാ പറയണ? നബിന്റെ പേരക്കുട്ടി. അള്ളാന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് റസൂൽ ഇങ്ങനെ ഒരു തെറി, ഒരു പ്രയോഗം എവിടെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആളുകളാണ് റസൂലിന്റെ പേരക്കുട്ടി. ഒരു ഉളുപ്പില്ലല്ലോ ഇയാൾക്കൊന്നും. പരാജയമാണ്. പിന്നെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് മൊയ്ലിയമാരൊക്കെ ഇത് കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് സാദിഖ് അലി തങ്ങളെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ കൊണ്ടുവന്നത്? മനസ്സിലായില്ലേ? ഇന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാനും തങ്ങളാണ്, സാദിഖ് അലിയും തങ്ങളാണ്. ഏതാ മുതല്? നാളെ ഖാലിഖായ പടച്ചിറപ്പ്, നാളെ ഖാലിഖായ പടച്ചിറപ്പ് കൊടുക്കും. നമ്മളെ വല്യപ്പാനോട് നമ്മളെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഈ കോലം പോയാല് ഹാമിദ് കാക്കാക്ക് പൊരുത്തം കൊടുക്കാന് ഒരു കസാലിട്ട് കുത്തിരിക്കേണ്ടി വരും. ആ കോലം ചെറ്റതരം കാട്ടാണ്. പിന്നെ ആൾക്കാർ പറയാതിരിക്കും ഹാമിദ് കാക്ക. ആരൊക്കെ എന്നെ വേട്ടയാടിയോ, എന്നെ കുറിച്ച് എഴുതിയോ, അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞ് പണം പിരിച്ച് കോടീശ്വരനായ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാനാവൂല. എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ വക്താവുക, ഇസ്ലാമിനെ പറയിപ്പിച്ച് എത്രത്തോളം താറടിച്ച് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം താറടിച്ച നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുമോ? പിന്നല്ല നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പുറത്തെടുക്കല്. നിങ്ങളിവിടെ കസാലിട്ട് കുത്തിരുന്നോളി എല്ലാവർക്കും പൊരുത്തെടുക്കാനേ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളാരും ഒരു അഹ്ലു ബൈത്തിന് കുറ്റം പറയാം. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളെ നാട്ടില് തങ്ങന്മാരുണ്ടാവും അല്ലോ. ആ പാപങ്ങൾ ചിലപ്പോ കൂലിപ്പണിക്ക് പോണ ആൾക്കാരായിരിക്കും. നിവൃത്തികേട് കൊണ്ട് കൂലിപ്പണിക്ക്. ശരിയാണ്, തങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ പോലെ കാണിക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. നിവൃത്തികേടോട് ഒരു പണിക്ക് പോകേണ്ടി വരും. ഇയാൾ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാണ്. നല്ല വെള്ളക്കുപ്പായും വെള്ളത്തുണിയൊക്കെ ഇട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ട് നടക്കാണ്. കാരണം ഒരു പണിക്കും പോണ്ട, ഒരു കൂലിപ്പണിക്കും പോണ്ട, വെള്ളം ഊതണു, ആൾക്കാരെ പറ്റിക്കണു, അതാണ് ഇതാണെന്ന് വേണോ പറയണു. അങ്ങനെ ഇയാളെ പോലെ മതത്തെ കച്ചവടവൽക്കരിക്കാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട് എന്നാണ് അയാൾ പറയണത്. അവര് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ബഹുമാനക്കേടൊന്നും കാണിക്കരുതേന്ന്. കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും വല്ലാതെ വിളി കേൾക്കാൻ മോളുമാരനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇടക്കിടക്ക് മോളെ എന്ന് വിളിക്കണത്. അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണ്. കുറ്റം പറയരുത്. അവരെ സ്നേഹിക്കണോ, അവരെ ബഹുമാനിക്കണോ, അവരാദരിക്കണം. നൂലൂതിക്കെട്ടല്, ഉറുക്ക് എഴുതല്, നിങ്ങള് ചട്ടിയിൽ എഴുതല്, മുട്ടമ്മ എഴുതല്, എല്ലാ പരിപാടിയും നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. എന്നിട്ട് ഇതൊക്കെ കാട്ടിയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണെന്നും പറയാം. എന്നിട്ട് നിങ്ങൾ ആളുകളോട് പറയാം ബഹുമാനിക്കണം, ഞങ്ങളെ ബഹുമാനിക്കണം, ഞങ്ങൾ തങ്ങൾ പാപ്പയാണെന്നും പറയാം. ഒരു നിലക്ക് നോക്കുമ്പോ നിങ്ങളെ പോലെ ഇസ്ലാമിനെ വികൃതമാക്കാൻ ഇവിടുത്തെ സംഘികൾ പോലും തുനിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള